ശരിക്കും അവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ട് പേര് പൃഥ്വി എന്നാണ്. പക്ഷെ അവനെ പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല, മണിക്കുട്ടനാണ്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പെൺപിള്ളേരുടെ ഇടയിലുള്ള ഒരു ആൺതരിയാണ് അവൻ. അപ്പൊ ഞങ്ങൾക്ക് പെങ്ങന്മാർക്ക് ഭയങ്കര ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ബ്രദറാണ്. ഇങ്ങനെ ഭയങ്കര സിൻസിയർ ആണ്, പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരുമായിട്ടും. അതെ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇനി അമ്മുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാധിക അമ്മൂന്ന് ആണ് ഞങ്ങൾക്ക് വായിൽ വരുന്നുള്ളൂ, അമ്മു. അപ്പൊ അമ്മു ആണെങ്കിൽ അത് ഭയങ്കര കുറച്ച് കാമായിട്ടുള്ള കുട്ടിയാണ്. എന്തായാലും ഇതിലൂടെ ഒരു ബെസ്റ്റ് വിഷസ് പറയുന്നു, നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ലൈഫിലെ ഓരോ ടേണിംഗ് പോയിന്റ് ഉണ്ടാവല്ലോ. ഇപ്പോൾ കല്യാണമായാലും ശരി, കുട്ടികളായാലും ശരി, വീടായാലും ശരി, നമ്മളൊരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ അളിയൻ്റെ വകയതെ എഴുത്തിമ്മളെ വകയതെ ഒരു വിവാഹ മംഗളാശംസകൾ നേരുന്നു. ജീവിതത്തിലും നല്ലൊരു ഇതൊരു തുടക്കമാവട്ടെ. പിന്നെ കാണും നേരം കണ്ണിൻ മണിയായി നീയം മാറുന്നേ. നിന്നെ അറിയാനായി മൊഴിയാൽ മെല്ലെ ഉള്ളം പിടയുന്നേ. മെല്ലെ ദൂരെ ദൂരെ നീയുമായില്ലേ. നിൻ കണ്ണിൽ കാണും ലോകം ഏതോ മായ ലോകം. എൻ ഇടനെഞ്ചിൽ കേൾക്കും തീരാ സംഗീതം. കഥയെല്ലാം ചൊല്ലിക്കൈകൾ കോർത്തൻ കൂടെ കൂടാൻ എന്നാളും നീ വേണമേ. Saw you on the floor in the crowd yet alone. Music in my heart brings a loved up tone. Would you let me sing my love? Oh.